ഹലോ. അപ്പോൾ ഞാൻ ഇന്ന് എൻ്റെ വീട്ടിലാണ് കേട്ടോ. ഉച്ചക്കുള്ള ചോറൊക്കെ കഴിച്ചിട്ട് അങ്ങനെ ഒന്ന് മയങ്ങി നീച്ചപ്പോൾ സമയം വൈകുന്നേരമായിട്ടോ. അപ്പോൾ വൈകുന്നേരം ആയപ്പോൾ ഉമ്മ എന്നോട് ചോദിച്ചു, നിനക്ക് എന്താ വേണ്ടത്, ചായയാണോ വേണ്ടത്, ജ്യൂസോ എന്താ ഉണ്ടാക്കേണ്ടത് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്കൊരു മഴയൊന്നും ഇല്ലാത്തതുകൊണ്ടേ കുറഞ്ഞൊരു ചൂട് കാലമായിക്കുണ്ട്. അപ്പം പറഞ്ഞു ചായ എന്തായാലും എനിക്ക് വേണ്ടാണ്ടോ. അപ്പോൾ ഞാൻ അമ്മയോട് പറഞ്ഞു പണ്ട് ഉമ്മ ഉണ്ടാക്കി തന്നിരുന്നു പഴം അവലൊക്കെ ഇട്ടുങ്ങാണ്ട് ഒരു അവൽ മിൽക്കോലെ സാധനം കേട്ടോ. അപ്പോൾ എനിക്കത് മതിയാണ് കേട്ടോ. അപ്പം ഉമ്മ അതിൻ്റെ സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞാൽ ഞാൻ ഉണ്ടാക്കും നിങ്ങൾ പറഞ്ഞു തന്നാൽ മതി എങ്ങനെ ഉണ്ടാക്കാമെന്ന് കേട്ടോ എന്ന് പറഞ്ഞു. ഞാൻ ഉമ്മാനോട് ഉമ്മ ആയിക്കോട്ടെ എന്ന് പറഞ്ഞു കേട്ടോ. വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റിയ ചൂടുകാലത്ത് കുടിക്കാൻ പറ്റിയ നല്ലൊരു സംഭവമാണ് കേട്ടോ ഞാൻ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇത് എങ്ങനെയാണ് ഉണ്ടാക്കണമെന്ന് നമുക്കൊന്ന് കണ്ടു നോക്കട്ടോ. അപ്പോൾ ഈ ടേസ്റ്റുള്ള സിമ്പിൾ അവൽ മിൽക്ക് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നമുക്ക് കാണാം കേട്ടോ. ആദ്യം ഞാൻ ഇതുപോലെ കുറച്ചൊക്കെ ഒരു വലിയൊരു പാത്രം എടുത്തിട്ടോ. അതിലേക്ക് പഴം എടുത്തിട്ട് ഒരു 4-5 പഴം ഉണ്ടാവും കേട്ടോ. അതൊക്കെ എടുത്തിട്ട് ചെറിയ കുഞ്ഞു പഴമായിരുന്നു. അതൊക്കെ എടുത്തുകൊണ്ട് ഞാനിങ്ങനെ വല്ലാതെ പഴുത്തിട്ടില്ല തോന്നുന്നു കേട്ടോ. അതൊക്കെ ഞാൻ തൊലി കളഞ്ഞ് അതിലേക്ക് ഇട്ടു. പണ്ടത്തെ കുട്ടിക്കാലത്തെ ആ പഴയ ഓർമ്മ പുതുങ്ങി വന്നതുകൊണ്ടാണ് കേട്ടോ ഞാനിപ്പോൾ ഇങ്ങനെ ഒരു അവൽ മിൽക്ക് ഇവിടെ ഉണ്ടാക്കാൻ തയ്യാറായി നിൽക്കുന്നത്. അപ്പോൾ ഞാൻ കുറച്ച് പഴമൊക്കെ എടുത്തിട്ടേ ഇതുപോലെ ഒരു പാത്രം എടുത്തു. ഒരു ഏകദേശം ഒരു വലിപ്പമുള്ള ഒരു പാത്രം എടുത്തിട്ട് പഴമൊക്കെ അതിലേക്ക് കൊണ്ട് തൊലിച്ചിട്ടിട്ടോ. ഒരു 6-7 പഴമൊക്കെ എടുത്തിട്ടുണ്ടാവും കേട്ടോ. നിങ്ങൾക്ക് ഇഷ്ടമുള്ളത്ര എടുക്കുക. പഴമല്ലേ, ഏറിയാലും വലിയ കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ആൾക്കനുസരിച്ച് എങ്ങാണ്ട് എടുക്കുക കേട്ടോ. അപ്പോൾ ഞാനിതാ പഴമൊക്കെ എടുത്ത് തൊലിയൊക്കെ മാറ്റി ഒരു കയ്യിൽ കൊണ്ട് നല്ലപോലെ ഇങ്ങനെ കുത്തിക്കൊണ്ടിരിക്കുകയുണ്ട്. അപ്പോൾ ഇത് കുത്തിയിട്ട് ഇതിങ്ങനെ അല്ലാതെ ആവണില്ല. പഴം അല്ലാതെ പഴുത്തിട്ടില്ല തോന്നുന്നു കേട്ടോ. അപ്പം എന്താ പറയുക, ഞാൻ നല്ലൊരു പുതിയൊരു കയ്യിലൊക്കെ എടുത്തുകൊണ്ടാണ് കുത്തി നോക്കിയത് കേട്ടോ. വിചാരിച്ച പോലെ ഏൽക്കണില്ല കേട്ടോ. അപ്പം ഞാൻ എന്തെന്ന് പറയാം, ഈ കയ്യിലിനെ മാറ്റിയിട്ട് വേറെ കയ്യിലെടുക്കാൻ നോക്കിട്ടോ. ആ കയ്യിലെടുത്തുകൊണ്ട് അപ്പം ഞാനിതാ കയ്യിൽ മാറ്റിങ്ങാണ്ട് മറ്റേ ആ ഒരു പഴയ കയ്യിലെടുത്തുകൊണ്ട് കുത്തി ഉടച്ചപ്പോൾ നല്ല ഉഷാറായിട്ട് ഉടഞ്ഞു കിട്ടുന്നുണ്ട് കേട്ടോ. അപ്പോൾ പുതിയ കയ്യിലാറ് ഉഷാറ് പഴയ കയ്യിലാണ് കേട്ടോ. ഞാൻ ആദ്യം പഴത്തിനൊക്കെ ഒന്ന് കുറ്റം പറഞ്ഞു കേട്ടോ. പഴം വല്ലാതെ പഴുത്തിട്ടില്ല എന്നൊക്കെ പറഞ്ഞങ്ങാണ്ട്. പഴുപ്പ് കുറച്ച് കുറവാണ്, എന്നാലും പഴയ കയ്യിലെടുത്താണ് ഉടച്ചപ്പോൾ നല്ല പോലെ ഉടഞ്ഞു കിട്ടിട്ടോ. അപ്പോൾ ഞാൻ അതിലേക്ക് കുറച്ച് പഞ്ചസാര ചേർക്കുകയാണ്. പഞ്ചസാരയും കൂടിയും ചേർത്തിട്ട് നല്ല പോലെ ഉടച്ചെടുക്കുകയാണ് കേട്ടോ. പഞ്ചസാര നമ്മളെ ആവശ്യത്തിന് കേട്ടോ. മധുരം കൂടുതൽ വേണ്ടവർക്ക് മധുരം കൂടുതൽ ചേർക്കാം, കുറവാണെങ്കിൽ കുറവ് ചേർക്കാം. പക്ഷേ മധുരം ഉണ്ടാകുമ്പോഴാണ് ഇതൊന്നും കൂടിയും ടേസ്റ്റ് വരിക കേട്ടോ. അപ്പോൾ ഞാനൊരു അത്യാവശ്യം ഒരു പാകത്തെ മധുരം ഇട്ടിക്കണ്. എന്നിട്ട് ആ മധുരം കൂടിയും പഞ്ചസാര കൂടിയും ചേർത്തിട്ട് നല്ല പോലെ ഒന്നും കൂടിയും ഇളക്കിയെടുക്കുക കേട്ടോ. പഴവുമായിട്ട് നല്ലോണം മിക്സ് ആക്കിയിട്ട് എടുക്കുക. ഇതൊക്കെ സിമ്പിൾ പരിപാടിയാണ് കേട്ടോ. പെട്ടെന്ന് കഴിയും. ഞാൻ പറയുമ്പോൾ അങ്ങനെ കൂടുതലാവണമെന്നുള്ളൂ. പിന്നെ അതവിടെ അവലുണ്ട്, സാധാ അവലാണ് കേട്ടോ. അവൽ മിൽക്ക് ഉണ്ടാക്കണ അവലൊന്നല്ല, സാധാ അവലിൻ്റെ ഒരു പാക്കറ്റാണ്. അപ്പോൾ ഞാനിതാ കുറച്ച് അവലും കൂടി അതിലേക്ക് ചേർത്തെടുത്ത് പഴവും പഞ്ചസാരയും അവലും കൂടി നല്ലപോലെ മിക്സാക്കി എടുക്കുകയാണ്. മിക്സാക്കാൻ വേണ്ടിയിട്ട് ഞാനിതാ കുറച്ച് നല്ല തണുത്ത വെള്ളം, ഫ്രിഡ്ജിൽ വെച്ച വെള്ളമായിരുന്നു കേട്ടോ. അപ്പോൾ ആ വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കുകയാണ്. നമുക്ക് എത്ര വെള്ളം വേണ്ടത് വെച്ചാൽ അതിൻ്റെ ആവശ്യത്തിന് നമ്മൾ ഒഴിച്ചു കൊടുക്കുക. തണുത്ത വെള്ളമാണ് കേട്ടോ വേണ്ടത്. ഫ്രിഡ്ജിൽ വെച്ചിട്ടില്ല ഐസാവാത്ത വെള്ളം ഉണ്ടാവില്ലേ, അതെടുത്തിട്ട് ഒഴിച്ചെടുക്കുക. അതും 3 കൂടി നല്ലപോലെ പഞ്ചസാരയും പഴവും അവലും കൂടി മിക്സാക്കിട്ടോ ആവശ്യത്തിന് വെള്ളം ചേർക്കണം കേട്ടോ. പിന്നെ എൻ്റെ കയ്യിൽ കുറച്ച് പാലുണ്ടായിരുന്നു കേട്ടോ. വളരെ കുറച്ചുള്ളായിരുന്നു. പാൽ നമുക്ക് ആവശ്യത്തിന് എത്ര വേണമെങ്കിലും ചേർക്കട്ടോ. പാൽ ചേർത്ത് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റ് ഒന്നും കൂടി കൂടും. ഇതിൻ്റെ അകത്ത് കുറച്ച് പാലുണ്ടായിരുന്നു, അതുകൊണ്ട് ഞാൻ അധികം വെള്ളവും കുറച്ച് പാലുമാണ് കേട്ടോ ചേർക്കുന്നത്. അപ്പോൾ ആ പാലും കൂടി ചേർത്തിട്ട് നല്ലപോലെ ഒന്നും കൂടി ഞാൻ ഇളക്കി നോക്കി. ഇളക്കി കൊടുത്തപ്പോൾ കുറച്ച് വെള്ളം കുറവാണെന്ന് തോന്നിയിട്ട് അപ്പോൾ ഞാൻ കുറച്ചും കൂടി വെള്ളമൊക്കെ ഒഴിച്ചു കൊടുത്തിട്ടോ. അപ്പോൾ ഈ ഒരു അവൽ മിൽക്ക് പോലത്തെ സംഭവമാണ് ഞാൻ ഉണ്ടാക്കിയിരിക്കുന്നത്. അത് നമ്മൾ ഈ ചൂടുകാലത്തൊക്കെ കുടിച്ചാൽ നല്ലതാണ് കേട്ടോ. നമ്മുടെ ശരീരത്തിന് നല്ല തണുപ്പൊക്കെ ഉണ്ടാവും. അപ്പോൾ ഞാനൊരു പാത്രത്തിലേക്ക് ഒഴിച്ചെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇതാണ് കേട്ടോ സംഭവം. അപ്പോൾ പാലൊന്നും കൂടി പറഞ്ഞാൽ അതിലാറ് ഉഷാറുണ്ടാവും കേട്ടോ. അപ്പം ഇതാണ് ഞാൻ ഉണ്ടാക്കിയ ഇന്നത്തെ അവൽ മിൽക്ക്. അപ്പോൾ ഇത്രേ ഉള്ളൂ കേട്ടോ എൻ്റെ വീഡിയോ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ഒന്ന് ലൈക്ക് ചെയ്യണം, കമൻറ്റും പറയണം. അപ്പോൾ ഓക്കെ, ബായ്.